അപ്പം എങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ? എന്തുകൊണ്ടാണ് അർജുനെ സ്നേഹിച്ചത് എന്നൊരു എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞത്, അതായത് ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. ഡേറ്റ് എല്ലാം ഭയങ്കര ഓർമ്മയാണ്. ആണോ? എൻ്റെ ബർത്ത്ഡേ എന്നാ? ആൾക്കാർ മനസ്സുകൊണ്ട് സിഗ്മാണെങ്കിൽ ശരീരം കൊണ്ട് ചുഗമയാണെന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? പിന്നെ സിംഗിൾസിന് കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു അർജുനോട്. ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. അതൊക്കെ തീർന്നില്ലടാ, ഇൻസ്റ്റ തുറന്നായത്. ഇനിയിപ്പോൾ യൂട്യൂബിൽ ഇതൊക്കെ ഈ പോഡ്കാസ്റ്റ് ഇപ്പം എന്തിനാ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച OET, ജർമ്മൻ, IELTS, PTE ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായ നീതൂസ് അക്കാഡമി 25,000 സ്ക്വയർ ഫീറ്റിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഓഫ്ലൈൻ ട്രെയിനിങ് സെന്റർ ആരംഭിക്കുകയാണ്. എറണാകുളം ആലുവയിൽ പുളിഞ്ചോട് മെട്രോ സ്റ്റേഷന് സമീപം ഓഗസ്റ്റ് 5 മുതലാണ് ക്ലാസുകൾ തുടങ്ങുന്നത്. ഒരേ സമയം 2000-ലധികം സ്റ്റുഡൻസിന് പഠിക്കാനാവുന്ന തരത്തിലാണ് ഓഫ്ലൈൻ അക്കാഡമിയിൽ ക്ലാസുകൾ നടക്കുക. പുറത്തുനിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം അല്ലേ? നീതൂസ് അക്കാഡമി. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ള ഗസ്റ്റ് മറ്റാരുമില്ല, അർജു. ഹായ്. എന്തിനാ ചിരിക്കുന്നു? ഒന്നുമില്ല, അർജു ഭയങ്കര ഒഫീഷ്യലായി മാറിയതുകൊണ്ട് ചിരിച്ചതാ. അപ്പം നമ്മുടെ ലാസ്റ്റ് പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അതുകൊണ്ട് അവരെല്ലാവരും അടുത്തൊരു പോഡ്കാസ്റ്റ് എപ്പോഴാണെന്ന് ആരോ ഒരാൾ ചോദിച്ചായിരുന്നു. 200ഓളം ഫ്രണ്ട്സ് ചോദിച്ചെന്നാക്കിയിട്ടും എന്നെ വിളിച്ചായിരുന്നു പോഡ്കാസ്റ്റ് ചോദിച്ചല്ലേ. എന്താ? 200ഓളം ഫ്രണ്ട്സ് ചോദിച്ചെന്നാക്കിയിട്ട് പോഡ്കാസ്റ്റിലേക്ക് വിളിച്ചിരുന്നു. അല്ല, പക്ഷെ ഞാൻ ഇന്നലെ Q&A ഇട്ടപ്പോൾ, അതായത് ഇന്ന് ഇത് ഷൂട്ട് ചെയ്യുന്നത് ദിവസത്തിന് മുന്നിലത്തെ ദിവസം ഞാൻ Q&A ഇട്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ലവ് സ്റ്റോറി പിന്നെ കുറേ ഡൗട്ട്സൊക്കെ അവരിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് പോഡ്കാസ്റ്റ് എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കുറച്ചൊന്ന് എന്താ മസിൽ വിട്ട്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പറഞ്ഞത് പോഡ്കാസ്റ്റ് ചിരിക്കരുതെന്ന്. എനിക്ക് മൈക്ക് വരുമ്പോൾ സീരിയസ് ആവും ഞാൻ. പിന്നെ സീരിയസ് എനിക്ക് നേരത്തെ പറയാൻ വെച്ചിരുന്ന തമാശ ഇപ്പം അങ്ങ് പറഞ്ഞു. ഇതുകൊണ്ടാണോ ഇത് തയ്ച്ചതെന്ന്? ഇത് കാണാൻ പറ്റൂല. കാണാനൊക്കെ പറ്റും. പിന്നെ അപ്പം എങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ? യെസ്, ക്യാരി ഓൺ. ക്രിഞ്ചെന്ന് പറയുന്നില്ലേ? ക്രിഞ്ചാണ്. ആണല്ലേ? പറ. പിന്നൊരു വേളയിൽ ഞാൻ പറയാം, നീ വേണം ഇപ്പം പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ പറയാം, ചെറുതായിട്ട് പറയാം. വലുതായിട്ടൊന്നും പറയാനില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു 2022 ഡിസംബറിലൊക്കെയാണ് പരിചയപ്പെടുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? അങ്ങനെയായിരുന്നു പരിചയപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം ഡേറ്റ് എല്ലാം ഭയങ്കര ഓർമ്മയാണ്. ആണോ? എൻ്റെ ബർത്ത്ഡേ എന്നാ? യേശുക്രിസ്തു ജനിക്കുന്നതിന് 10 ദിവസം മുന്നേ. അങ്ങനെ ഓർത്തിരിക്കുന്നവനാണോ? ഒരു ഡേറ്റ് ഓർമ്മയുണ്ടാണ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 10 ദിവസം മുന്നേ. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. അപ്പം ഞാൻ ഒരു ലാഫിങ് റിയാക്ഷൻ അയച്ചു. അങ്ങനെ ഞങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ടായി. അതിന് മുന്നേ ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല, ഒന്നുമില്ല. ഫോളോ ചെയ്യാൻ തുടങ്ങി, സ്റ്റോറിക്ക് റിപ്ലൈ അയച്ചു. പിന്നെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഒരു ജാനുവരി, അതായത് 2023 ജാൻ ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്കിനെ ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സൂൺ റിലേഷൻഷിപ്പിലായി. പിന്നെ അങ്ങ് ഇവിടം വരെയൊക്കെ എത്തി, ഇത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു, ഒഫീഷ്യലായി. അതാണ് ആൾക്കാർ ചോദിക്കും എന്താണ് പറയാത്തതെന്ന്. വീട്ടിൽ പറഞ്ഞാലല്ലേ അതെ 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 ആൾക്കാരോട് പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പറഞ്ഞത് അല്ലേ? മരം ചുറ്റി പ്രണയം കഴിഞ്ഞിട്ട്. മരം ചുറ്റി പ്രണയം കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇനിയും എങ്ങനെ മനുഷ്യരെ പറ്റിക്കും എന്നുള്ളത് കൊണ്ട് അർജു പറ്റിക്കുന്നതൊക്കെ ഭയങ്കര വലിയ പേടാണ് നമ്മൾ. അപ്പം ഞാൻ Q&A ഇട്ടപ്പം മെയിനായിട്ട് ചോദിച്ച ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്തിനാണ് അർജുൻ ചേട്ടൻ സിഗ്മകളെ പറ്റിച്ചതെന്ന്. പറ്റിച്ചാ? ഞാൻ പറ്റിക്കാറില്ല. അതെന്താണെന്നറിയാവോ? അത് ഞാൻ എന്തിട്ടാലും ആൾക്കാർ സീരിയസ് ആയിട്ടൊന്നും എടുക്കത്തില്ല. കോണ്ടന്റ് അതെല്ലാം ഫുള്ള് തമാശയാണ്. ആ ചാനൽ ഇപ്പം വരുന്ന കമൻറ്റ് 100% ആൾക്കാർ തമാശിച്ചിടുന്ന കമൻറ്റാണ്, സർക്കാസമാണ്. കാരണം അവർക്കറിയാം കാര്യങ്ങൾ. അവിടെ തീരുന്ന അവിടെ വെച്ചിട്ട് പോകുന്ന കമൻറ്റ്, അതൊക്കെ അല്ല ഒരു ഫണ്ണ്. ആ ചാനൽ അങ്ങനെ നിൽക്കുന്ന ഫണ്ണ് അതുകൊണ്ടാണ്.
പിന്നെ അതൊരു വ്ളോഗ് ചാനലല്ലല്ലോ, എൻ്റെ ഡെയിലി ജീവിതമൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ഞാനൊരു ഡെയിലി വ്ളോഗർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ കാണിക്കേണ്ടി വരും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, നമുക്ക് കോണ്ടന്റിന് വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നാളെ വന്ന് സിംഗിളാന്ന് പറഞ്ഞ് അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെ പറ്റത്തില്ല. അത് പറ്റത്തില്ല. ഇനി ഇടുവോ അങ്ങനെ? അവൾ പോയി തമ്മനയില് അടുത്ത ക്ലിക്ക് ബൈറ്റിന് വേണ്ടിട്ട് ഇല്ലാതെ ഞാൻ ഡെയിലി വ്ളോഗർ തന്നെ ഇട്ടേനെ. ശനി ഇടാൻ പറ്റൂല. അല്ല, അത് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ആളുകൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ എന്താ പറയുക കോണ്ടന്റ് അട്രാക്റ്റീവായി മാറുന്നത്. അപ്പം അത് അങ്ങനെ കാണാം. ചിരി വരുന്നു പറയും. എന്തുകൊണ്ട് ഇപ്പം റിവീൽ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നുള്ളതിനും ഉത്തരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് വീട്ടിലൊക്കെ പറഞ്ഞ് കുറച്ച് ഒഫീഷ്യലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും പറയാം. പിന്നെ ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ടൈം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ന് ഇടാമെന്ന് പറഞ്ഞാൽ ഇന്ന് ഇടാമെന്ന് പറഞ്ഞു അങ്ങ് ഇട്ടു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് നല്ല ഫോട്ടോ കിട്ടാൻ കുറച്ച് കാലം കാത്തിരുന്നു. ഒരുമിച്ച് നല്ല ഫോട്ടോകളൊന്നുമില്ല, അത് വലിയൊരു സംഭവമാണ്. പിന്നെ ഉള്ള നല്ല ഫോട്ടോകൾ നോക്കി മാത്രം, അധികം ഫോട്ടോകളും ഇല്ലല്ലേ നമ്മൾ ഒരുമിച്ചുള്ള. എന്തുകൊണ്ടാണ് അർജുനെ സ്നേഹിച്ചത് എന്നൊരു ചോദ്യം വന്നിരുന്നു. പറയണോ, അതിന് ഉത്തരം പറയണോ? വേണ്ടെങ്കിൽ പിന്നെ വേണ്ട, കോട്ടയം എന്തിനൊക്കെ പറയുന്നൊക്കെ. പിന്നെന്തായിരുന്നു, അർജുൻ്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. അതെ, ആദ്യമായിട്ട് കണ്ടൊരു ദിവസം മസിലുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ മുട്ടയടിച്ചിട്ട് വന്നു. മൂന്നാമത്തെ പ്രാവശ്യം കണ്ടത് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട്. അന്ന് ആ മസിൽ എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. 15 ദിവസം കൊണ്ട് മസിൽ പോവോ? പിന്നെ ഇനി വേണ്ടല്ലോ. ശരി, ആദ്യമായിട്ട് കാണുമ്പോൾ മസിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല. കുഴപ്പമില്ല. അതായത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുറച്ച് എന്താ പറയുക ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നും. പക്ഷേ റിയൽ ലൈഫിൽ അർജു ഇച്ചിരി ഇൻട്രോവേർട്ടാണ്. എന്ന് വെച്ചാൽ അങ്ങനല്ല, പെട്ടെന്ന് അങ്ങനെ എല്ലാവരുമായിട്ടും കാണുന്ന മൊമെൻറ്റിൽ തന്നെ ഭയങ്കരമായിട്ട് കമ്പനിയാവോ അങ്ങനെയൊന്നും ചെയ്യുന്നൊരു വ്യക്തിയൊന്നും അല്ലായിരുന്നു. പിന്നെ പക്ഷെ ആൾ ഭയങ്കര ഇൻ്റലിജൻ്റാണ്, ഭയങ്കര കുബുദ്ധിയാണ്, ഭയങ്കര വക്രബുദ്ധിയാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരാളാണ്. ദൈവമേ, ഇതൊക്കെ ട്രോളാവോ ദൈവമേ. അല്ല, ഇതൊക്കെയാണ് തന്നെ. അപ്പം പിന്നെ എന്താ, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. പുറത്ത് കാണിക്കില്ലെങ്കിലും ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. വിട്ടുകളയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകളയുന്ന ആളല്ല. മാട്രിമോണി പ്രൊഫൈൽ ഉണ്ടാക്കുന്നുണ്ട്. നല്ലത് പറയാനും പറ്റത്തില്ല, ഞാൻ കുറച്ച് കുറ്റം പറയാം. റിലേഷൻഷിപ്പ് റിവീൽ ചെയ്ത സമയത്ത് ഇത്രയധികം ആളുകൾ ഇതിനെ എന്താ പറയുക മീംസ് ആക്കി മാറ്റും, ട്രോൾസ് ആക്കി മാറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്നോ എന്നൊരു ചോദ്യം വന്നിരുന്നു. ആണോ? പിന്നെ ഇത്രയും മീംസ് ഒക്കെ ആക്കി മാറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ കുറെ നാളിരുന്ന് എല്ലാ വീഡിയോയിലും വന്നിട്ട് സിംഗിളാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അവസാനം ഫോട്ടോ ഇട്ട് അവര് വെറുതെ ഇരിക്കുമോ? എന്നാലും ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവുമെന്ന്. കാരണം അർജു അത്രയും കിടന്ന് ഷസാമിന്റെ ആ സാധനം കൂടി ഭയങ്കരമായിട്ട് കയറി പോയി. പുള്ളി അന്നേരം ഞെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അതെ ആ വീഡിയോ ഉടനെ എല്ലാവരും വന്നിട്ട് എല്ലാവരും ഞെട്ടി പറഞ്ഞു. അപ്പം ഷസാം അന്നങ്ങനെ പറയുമ്പോഴും ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഞെട്ടുവോ എന്നുള്ള ഇതിലായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഇന്നേ വരെ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുമായിരുന്നു എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. ഞാൻ അന്തസ്സുള്ള ആളാണ്. ഇതൊന്നും പറയാനല്ലേ. അയ്യോ, എന്തൊരു പഞ്ചഭാവം, ക്യാമറ ഇല്ലായിരുന്നെ കാണാമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇത്രയും ഒക്കെ മീംസും ട്രോൾസും ഒക്കെ ആവും. ഞാൻ വിചാരിച്ചില്ലായിരുന്നു എല്ലാവർക്കും സർപ്രൈസ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു. അർജു വിചാരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ വന്നപ്പം വിഷമം വന്നു, സന്തോഷം വന്നു. വിഷമിക്കുന്നത് നല്ല രസമല്ലേ? എന്ത് അല്ല, വിഷമം വരേണ്ട ആവശ്യമില്ലല്ലോ. ആൾക്കാർ ഇത്ര നമ്മളെ പരിഗണിക്കുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നത്. ഒരു ഇന്ന പോസിറ്റീവാണ് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഇതായിട്ടാണ് ചെയ്യുന്നത്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ ഫണ്ണായിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അത് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കും ചിരിയാ വന്നത്. എല്ലാ ഡയലോഗ് സിനിമ ഡയലോഗ് അല്ലാണ്ട് നീ ഇത് മറ്റേത് അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ആരുമില്ല. എടാ പൊട്ട നീ എങ്ങനെ ആ സാധനമൊക്കെയാ കൂടുതൽ പോകുന്നത്. അതൊക്കെ കൊണ്ട് ചിരിയാ വരുന്നത്. പിന്നെ എന്നെ അല്ല പറയുന്നത്, അർജുനെ പറയുന്നത്. പിന്നെ എനിക്ക് വെറുതെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫുട്ബോൾ ഓ എന്തേലും പറഞ്ഞ അപ്പം എടുത്തോണ്ട് വരും. എന്താ റൊണാൾഡോ അർജന്റീനയിലാന്ന് അറിയാതെ ഞാനൊന്ന് പറഞ്ഞു പോയി. അത് കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞു. അത് ഇപ്പോഴും ഞാൻ പറയുന്നു അത് അബദ്ധം പറ്റിയതാണ്. അതിന് ശേഷം ഞാൻ ഫുട്ബോളിനെ കുറിച്ച് കുറച്ച് പഠിച്ചായിരുന്നു.
കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ചോദിച്ച മറ്റേ എന്താണ് ഭാവി പരിപാടികളെന്ന് ചോദിച്ചത് ശരിക്കും ഞങ്ങൾ ആ ഒരു അർത്ഥം വെച്ച് ചോദിച്ചല്ല. ശരിക്കും അർജുൻ്റെ ഭാവി പരിപാടികൾ ആളുകളൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ, എന്തെങ്കിലും പ്രൊഫഷണലി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്. ഒരർത്ഥം വെച്ച് പറഞ്ഞ പോലെ. പിന്നെ പേഴ്സണലി എനിക്ക് അർജുനെ അറിയാമെന്ന് ഞാൻ അതിനകത്ത് പിന്നെ എക്സ്ക്ലൂസീവായിട്ട് കിട്ടി എന്നൊക്കെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അത് ശരിക്കും അർജു വേറെ എവിടെയും ഇൻ്റർവ്യൂ കൊടുക്കാറില്ല, അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയെന്ന് പറഞ്ഞത്. പിന്നെന്താ ഞാൻ പറഞ്ഞത്, പേഴ്സണലായിട്ട് എനിക്കറിയാം. കാരണം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും നമ്മളെല്ലായിടത്തും ഒരുമിച്ച് പോവാറൊക്കെ ഉണ്ടായിരുന്നു. ലുലുവിലൊക്കെ എല്ലായിടത്തും പോകാറുണ്ട്. അതെ, നമ്മളെ ഒരുമിച്ച് കൊച്ചിയിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. ഫോറം മാള്, ഓബ്രോൺ മാള്, ലുലു മാള്, പിന്നെ ഗ്രാൻഡ് മോള്, എല്ലായിടത്തും പോയിട്ടുണ്ട്. പിന്നെ മറ്റേ പെൻഡാമേനക്കയിലുള്ളൊരു ചെറിയ മോളില്ലേ, അതിലും പോയിട്ടുണ്ട്, അവിടെയും പോയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, കുറേ ഇവന്റ്സിനൊക്കെ നമ്മൾ ഒരുമിച്ച് പോയിട്ടുണ്ട് അല്ലേ, കുറേ ഇവന്റ്സിന്റെ യൂട്യൂബേഴ്സിന്റെ ഇവന്റ്. പക്ഷെ അന്ന് നമ്മളെ അർജുന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പോയപ്പോൾ ഞാനും കൂടെ പോയത്, എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു എന്ന്. അങ്ങനെ പോയി, അങ്ങനെ എല്ലായിടത്തും ഒരുമിച്ചൊക്കെ. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇൻഫ്ലുവൻസർ. അവൻ വന്നിട്ട് എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു, ഇവനെ എല്ലായിടത്തും നമ്മൾ വെച്ച് കളിയാക്കി നിനക്ക് സംശയമാണ്. അതെ. പിന്നെ അനിരുദ്ധിന്റെ കോൺസേർട്ടിന് അവിടെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത്. മറ്റേ ഭരത്തും ഉണ്ടായിരുന്നു. മറ്റേ കോവിഡിന് വന്ന് അത് കഴിഞ്ഞിട്ടുള്ള മറ്റേ മാർഗരേഖ തയ്യാറാക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളൊരിക്കലും മറച്ചു വെക്കാനൊന്നും ശ്രമിച്ചിട്ടില്ലല്ലോ. നീ ശ്രമിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് ഞാൻ റിലേഷനിലാണ്, ഇന്ന ആളായിട്ടാണെന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ അയ്യോ ഞങ്ങൾ റിലേഷനിലാണെന്ന് ആരും അറിയല്ലേ എന്നുള്ള രീതിയിലൊന്നും നമ്മൾ നടന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ സംശയം ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് നമ്മുടെ ആർക്കൊക്കെ ആയിരുന്നു, ഷസ്വാമിന് സംശയമില്ലായിരുന്നു. ഷസ്വാമിനോട് ഞാൻ തന്നെ പോയി എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മെന്നിക്ക് അറിയായിരുന്നു, മെന്നിയുടെ വൈഫ് ഒക്കെ അറിയായിരുന്നു. പിന്നെ ആരായിരുന്നു, ഇനി വേണ്ട ആൾക്കാരെ കൊടുക്കണ്ട, അവരുടെ പേരൊക്കെ പറഞ്ഞു. മെന്നിയുടെ ലൈവ് പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല. എന്നിട്ട് അങ്ങനെ ഓഡിയൻസിന്റെ ലൈവ് ഇട്ടിരുന്ന് എന്നെ പറയുന്നു. ആണോ, എന്ത് പറഞ്ഞു? ഞങ്ങൾ ഇവിടെ ഇത്ര സിംഗിൾസ് ഇരിക്കുമ്പോഴെന്നൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കല്യാണം കഴിഞ്ഞ 2 കുഞ്ഞുങ്ങളാ. അവനുള്ള പ്രായമായി അപ്പോഴും ഞങ്ങളത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും തിരിച്ചറിഞ്ഞത്, അതായത് ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചായിരുന്നു. അതൊക്കെ എങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആനിവേഴ്സറി എന്നാന്ന് പോലും അറിയില്ല. അങ്ങനെയൊന്നും സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇയാളുടെ ചാനലിൽ ഇയാൾ കള്ളത്തരം കാണിച്ച് മുളക് തിന്നാതൊക്കെ ഇരുന്നല്ലോ, ഞാൻ വല്ലതും പറയാൻ വന്നോ? പിന്നെ സിംഗിൾസിന് കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാവോ എന്ന് ചോദിച്ചായിരുന്നു അർജുനോട്. സിംഗിൾസിന് കമ്മിറ്റഡ് ആകാനോ? ഞാൻ അത് ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു. ഈ എൻ്റെ പോസ്റ്റ് 2 തരം ആൾക്കാർ കമൻ്റ് ഇടും. ഇവന് പെണ്ണ് കിട്ടത്തില്ലെന്ന്. ആണുങ്ങളുടെ ഇടും, പെണ്ണുങ്ങളുടെ ഇടും. എന്നാൽ ഇവർക്ക് തമ്മിൽ അങ്ങ് മാച്ച് ആയിക്കൂടെ? റിപ്ലൈ കൊടുത്തിട്ട് കൊള്ളാം. പോസ്റ്റിന് റീച്ച് കിട്ടാനുള്ള അടുത്ത വഴി മനസ്സിലായില്ലേ? അർജുൻ്റെ പോസ്റ്റിന് അവരങ്ങ് മുട്ടിച്ചു കൊടുക്കണം. കമന്റ് ഇടുന്ന 2 പേര്. അതെ, ഏതെങ്കിലും ഒരു എക്സും വൈയും കമന്റ് ഇട്ടു, എക്സ് പ്ലീസ് ഗോ ടോക്ക് ടു വൈ എന്ന് പറഞ്ഞാൽ മതിയല്ല. കൊള്ളാം. അപ്പം അതാണ് ടിപ്പ്. അല്ലാതെ പേഴ്സണലി ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കൂ? പേഴ്സണലി ഒന്നുമില്ല. ജിമ്മിൽ പോവുക, മുടി വളർത്തുക, നല്ല ഡ്രസ്സ് ധരിക്കുക, വീഴുന്നത് വരെ. അത് കഴിഞ്ഞ് കുളിച്ചില്ലേലും നനച്ചില്ലേലും കുഴപ്പമില്ല. അല്ല, നന്നായിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ പിള്ളേരോടൊക്കെ പറയുന്നതാണ്. അതുകൊണ്ടല്ല, ഞാൻ അവരൊക്കെ 8ാം ക്ലാസ് മുമ്പ് ആകുമ്പോഴേ ഞാനിപ്പം പറയാറുണ്ട് എല്ലാവരോടും ജിമ്മിൽ പോകും, എല്ലാവരും റെഡിയായി ബോഡിയൊക്കെ റെഡി. കാരണം കോളേജ് ആകുമ്പം, അല്ല ഞാൻ പൊതുവെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റിന്റെ പറഞ്ഞാണ്. നിങ്ങൾ അപ്പം കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കോളേജിൽ നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് കിടുവായിട്ട് കണക്കാം. അപ്പം ആരെല്ലാം വളഞ്ഞോളൂ. എന്നിട്ട് വേണ്ട, ഇത്ര വലുതായിട്ടാണല്ലോ പെണ്ണ് സെറ്റായ. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല കൂടുതലൊന്നും. ഡാർക്ക് ഡേയ്സ്, വി ഡോണ്ട് ടോക്ക് അബൌട്ട് ഡാർക്ക് ഡേയ്സ്. എൻ്റെ കാര്യമാണോ പറഞ്ഞത്? പഴയതെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേറൊരു ഡൗട്ട് വന്നത്, ഞാൻ അർജുനേക്കാൾ മൂത്തതാണോ എന്ന് എല്ലാവർക്കും സംശയം വന്ന്. അത് വരും കാരണം എനിക്ക് ഭയങ്കര പക്വതയാണ്, അർജുൻ അതില്ല. അപ്പൊ കാണുന്നവർക്ക് എങ്ങനെ തോന്നും അല്ലേ? അല്ല, അർജുനെ കണ്ട പ്രായം പറയത്തില്ല, 27 വയസ്സുണ്ടെന്നൊന്നും പറയത്തില്ല. അനിയാ മിണ്ടാതിരി. അപ്പം എനിക്ക് 3 മാസം മൂത്തത് അർജുനേക്കാളും.
അത് പറയുന്നുണ്ട് കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? സച്ചിൻ തെണ്ടുൽക്കർ സിലി തിങ്സ്. 3 മാസം. അതെ, അല്ലെങ്കിലും സച്ചിൻ തെണ്ടുൽക്കർ ആയിരുന്നു അർജുൻ്റെ റോൾ മോഡൽ എന്ന് തോന്നുന്നല്ലേ. രാഹുൽ ദ്രാവിഡ്. ഓക്കെ, സെറ്റ്. അല്ല, എനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. ഇനി വിചാരിക്കും നമ്മൾ പിന്നെ അഭിനയിക്കുവാന്ന്. അപ്പം 3 മാസം മൂത്തതാണ് ഞാൻ, അത്രേ ഉള്ളൂ. ഞാൻ 1996 ഡിസംബർ ആയിപ്പോയി, അർജുൻ 1997 മാർച്ച്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ പക്വതയിൽ എനിക്ക് കുറച്ച് ഇത് തോന്നുമായിരിക്കും. പിന്നെ അർജുനെ കണ്ട വലിയ പ്രായമൊന്നും പറയത്തില്ലായിരിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വന്ന കമൻസിൽ കണ്ട് അവർ തന്നെ ചിരിച്ചു. അപ്പം നമുക്ക് ഏറ്റവും അധികം ചിരി വന്ന കമൻസ് എന്താണെന്ന് എന്താ പറ? ഇവിടെ പറയാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ പിന്നെ ഞാനിപ്പോഴും മനസ്സുകൊണ്ട് സിഗ്മയെന്ന് കമന്റ് ഇട്ടായിരുന്നു. ആൾക്കാർ മനസ്സുകൊണ്ട് സിഗ്മയാണെങ്കിൽ ശരീരം കൊണ്ട് ചുഗമയാണെന്ന്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്ത്? ദൈവമേ, നമ്മുടെ അമ്മമാര് കാണുന്ന പോഡ്കാസ്റ്റ് ആണ്. ഞാൻ നന്മയുടെ പാതയാണ്. ദിസ് ഈസ് എ ഡിവോഷണൽ ചാനൽ. ഒന്നും പറയരുത്. ക്വാളിറ്റി കോണ്ടന്റ്, നോളജ് ട്രാൻസ്ഫർ നടത്തിക്കൊണ്ടിരുന്നത്. അത് നോളജ് ആണെന്ന് വിചാരിച്ചാൽ മതി, കുഴപ്പമില്ല. അല്ല, അത് ഭയങ്കര ചിരിക്കാൻ. എനിക്ക് വന്നത്, എനിക്കെല്ലാം കണ്ടിട്ടും ചിരി വന്നു. പക്ഷെ ഭയങ്കരമായിട്ട് ചേച്ചി ചേട്ടൻ കഷണ്ടിയാകും, അതിന് പിന്നെ കല്യാണം. അങ്ങനെയല്ല കമന്റ് വന്നത്, ചേട്ടനൊന്നുമല്ല. ചേച്ചി ഈ പെട്ടക്കളവൻ കഷണ്ടിയാകുന്നതിന് മുന്നേ കെട്ടിക്കും. എനിക്ക് ചിരി വന്നു. കഷണ്ടി ആയാലും കുഴപ്പമില്ല, തൊപ്പി വെച്ച് നടത്തിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇവള് ഇട്ടിട്ട് നീ കമന്റ് നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഞാൻ കുറേ ഇരുന്ന് വായിച്ചു ഗെയിം കളിക്കാൻ പോയിരിക്കുവായിരുന്നു കുറെ നേരം. പിന്നെ അടക്കം വന്ന് നോക്കുമ്പോ ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ചിരിക്കുക. വല്ലതും കണ്ടായിരുന്നോ? ഗെയിം കളിക്കുന്ന പിന്നെ ഞാൻ എന്നിട്ട് വല്ലതും കണ്ടായിരുന്നോ? അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 2 മണിക്കൂർ എല്ലാരും വിചാരിച്ചത് ഞങ്ങൾ പോഡ്കാസ്റ്റ് വഴി സെറ്റ് ആയതാണ്. അപ്പോഴാണ് ഏതോ ഒരു നല്ലൊരു കുട്ടി ഷസാമിന്റെ പോഡ്കാസ്റ്റ് കട്ടെടുത്തിട്ട് നല്ല കിടു ഒരു കട്ടുണ്ടാക്കി. അന്ന് പേര് മറന്നുപോയി ഞാൻ. എന്തായിരുന്നു, ടീൻ എഫക്ട്സോ അങ്ങനെ എന്തോ ഒരു സാധനം, എനിക്ക് ഓർമ്മയില്ല പേരല്ലേ. അങ്ങനെ എന്തോ ടീൻ എഫക്ട്സ് എന്നെന്തോ ആയിരുന്നു. അത് കിടു എഡിറ്റായിരുന്നു. അപ്പം എല്ലാവരുടെയും സംശയം മാറി. അപ്പോഴാണ് ഞാൻ പാർവതി അയ്യപ്പദാസിൻ്റെ കമൻറ്റിൽ പോയിട്ട് ഇത് കൊടുത്തത്. പുള്ളിക്കാരി ഇങ്ങനെ കമൻറ്റ് ഇട്ടായിരുന്നു, ഞാൻ ഇത്രയും സ്റ്റോക്ക് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫുൾ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരി കമൻറ്റ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 1.5 വർഷത്തെ റിപ്പോർട്ടാണ്. അപ്പോഴത്തേക്കിനും എല്ലാവർക്കും കൂടെ ഏകദേശം ഐഡിയ മനസ്സിലായി. പിന്നെ എനിക്ക് വന്ന കമൻറ്റിൽ ആദ്യം എനിക്ക് പെട്ടെന്ന് ക്ലിക്കായില്ലായിരുന്നു കാര്യസ്ഥൻ്റെ കാര്യം. മറ്റേടാ ഞാൻ ട്രൈ ചെയ്തിട്ടാ എൻ്റെ ട്രൈയിലൊന്ന് വീണു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ എല്ലാ കമൻറ്റും ഭയങ്കര ക്രിയേറ്റീവായിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ എന്തായിരുന്നു, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്നും പറഞ്ഞിട്ട് മറ്റേ അക്ഷയ് വ്ളോഗറോ വേറെ ആരുടെയോ പേര് എല്ലാവരും ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ പേരുടെ. പിന്നെന്തായിരുന്നു, നീ അല്ലേടോ മറ്റേ സോളോ വൈനറോ വൈനറിനെ കളിയാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഒക്കെ ചോദിച്ചായിരുന്നു. പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്ന് ഞാൻ ഇതിട്ടായിരുന്നല്ലോ, എന്തായിരുന്നു ക്യാപ്ഷൻ ഇട്ടായിരുന്നല്ലോ. അത് അർജുന് ഇഷ്ടപ്പെടില്ല, ക്രിഞ്ചാന്നും പറഞ്ഞ് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ ഇനി എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഭയങ്കര കോയിൻസിഡൻ്റലി എനിക്ക് തോന്നുന്നു അതായിരുന്നു റൈറ്റ് ടൈം, റൈറ്റ് പേഴ്സണെ കണ്ടുപിടിച്ചു എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക അല്ലേ, ഓപ്പണായിട്ട്. ഞാനൊന്നും പറയുന്നില്ല. എന്തോ ഞാൻ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കാത്ത എന്ത് കാര്യം ഇരിക്കുന്നു? പറ ഒരു കാര്യം പറ. കണ്ട ഇതുപോലെ ഞാൻ ചോദിക്കും, പറയും. അങ്ങനെ പറയുക, അങ്ങനെ സംസാരിക്കുക. എന്താണെങ്കിലും നമ്മൾ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇനി ഫേസ് ചെയ്തല്ല, അവിടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വീട്ടിൽ പോയിട്ട് സംസാരിക്കുക. അതെന്താണെന്നറിയോ? അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ചാ
കരയുന്ന മനുഷ്യരെ ചിരിപ്പിക്കുമായിരുന്നു. കരയാൻ പറ്റത്തില്ല, ചിരിപ്പിക്കും. സീരിയസ് ആയിട്ട് വഴക്കുണ്ടാക്കാൻ പോകാൻ പറ്റത്തില്ല, ചിരിപ്പിക്കും. കോപ്രായം കാണിക്കും, അല്ലെ അവൻ്റെ ചളി ഇറക്കും, അല്ലെ എന്തേലും ഒരു തമാശയും കൊണ്ട് പുള്ളി വരും. ആ സമയത്ത് എങ്ങനെയാണോ ഇത്രയും കൊമേഡിയനായി മാറുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് സീരിയസ് ആയിട്ടൊരു കാര്യവും ഇങ്ങനെ നോക്കി പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് അതാണ് ചെയ്യണത്. മുഖത്ത് നോക്കി പറയുന്നത് എനിക്ക് പറയാൻ അവകാശമില്ല. അത് സമ്മതിക്കണ്ടേ? ഒരു വട്ടം തന്നെ ഞാൻ കരഞ്ഞിട്ട് ഷാറുഖ് ഖാന്റെ സൗണ്ട് ഉണ്ടാക്കി എന്നും പറഞ്ഞ് അതിനിരുന്ന് പിന്നെ ചിരിപ്പിക്കുമായിരുന്നു എന്നെ. ഞാൻ കരയുന്ന ഷാറുഖ് ഖാൻ മറ്റേ ഡയലോഗ് പറയുന്ന പോലെ അതും പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നത്. ഞാൻ അരമണിക്കൂർ ചിരിച്ചില്ലേ? ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഞാൻ പോയിട്ട് ഫോൺ വിളിച്ച് വഴക്കുണ്ടാക്കും. അതാകുമ്പോൾ കുറച്ച് ഒരു സുതാര്യത കുറയുമ്പോഴത്തേക്കിനും ആ മുഖം കാണണ്ടല്ലോ. മുഖം കണ്ടാൽ തീർന്നു. ഞങ്ങൾ നേരിട്ട് തരാൻ ഒരു വട്ടം ഒന്നും ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഈ റിവീൽ ചെയ്ത സമയമായതുകൊണ്ടാണ് കൂടുതൽ ഇങ്ങനെ കപ്പിൾസിൻ്റെ 2 വീഡിയോ കപ്പിളായിട്ട് വന്ന് ഇവൻ്റെ ചാനലിലാണല്ലോ എൻ്റെ ചാനലിലാണെങ്കിലും ഇട്ടത്. അതിൽ കൂടുതൽ ഇടുവോന്ന് അറിയത്തില്ല. അത്ര സാഹചര്യം വന്നാൽ മാത്രം എന്തെങ്കിലും മാത്രം ലൈഫ് അങ്ങനെ. അല്ലാതെ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം പ്രൊഫഷണലിസം കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നിലോട്ട് പോവുള്ളൂ. കാരണം അർജുൻ്റെ ചാനലിൽ കുറേ നമ്മുടെ വീഡിയോ വന്നപ്പോൾ കുറേ കമൻസ് ഉണ്ട്, ഒറ്റയ്ക്ക് മതിയായിരുന്നു എന്ന്. ഒറ്റയ്ക്ക് തന്നെ ഇനിയും വീഡിയോ ചെയ്യുള്ളൂ. അല്ല, അൺലെസ് ആൻഡ് അൺടിൽ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നിടം വരെ അങ്ങനെ ഞങ്ങൾ ഇനി ഒരുമിച്ചേ ഉണ്ടാവുള്ളൂ എന്നൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. മറ്റേ ഭരത് പറഞ്ഞ ഡയലോഗൊക്കെ പ്രൈവറ്റിലിട്ട് എന്തോരം റീലുണ്ട്. അതെ അതെ അതെ, ഒരുപാട് നല്ല നല്ല റീലുകൾ പ്രൈവറ്റ് സ്റ്റോറിയിൽ ഇട്ടിട്ടുള്ളുണ്ട്, നല്ല സാധനങ്ങളുണ്ട്. പക്ഷെ ഒന്നും ഇട്ടിട്ടില്ല. വേണമെങ്കിൽ സ്പാമിങ് വേണ്ട, സ്പാം ചെയ്യണ്ടല്ലോ. കാരണം എനിക്ക് തന്നെ ഇപ്പൊ മറ്റേ എക്സ്പ്ലോറർ എടുക്കുമ്പോ നമ്മുടെ വന്നിട്ട് ഞാൻ തന്നെ നോട്ട് ഇൻട്രസ്റ്റ് അടിച്ചു വിടും. ഇത് തുറക്കുമ്പോ ഈ സാധനമുള്ള കയറി വേറെ. അത് മാത്രല്ല, മറ്റേ നമ്മുടെ പോസ്റ്റ് നമുക്ക് തന്നെ ഒരു 100 പേര് അയച്ചു തരും. അപ്പൊ ഇത് തന്നെ കണ്ട് കണ്ട് ഫീഡ് എടുക്കുമ്പോൾ ഞങ്ങളെല്ലാ മീൻസും കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ ഫ്രണ്ട്സ് പിന്നെയും ഇരുന്ന് അയച്ചു തരും. അപ്പം കണ്ടു എന്ന് പറയാൻ അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റേ മെസ്സി അടിച്ചോണ്ട് ഇപ്പൊ ആ ഒരു ന്യൂസ് ഞാൻ പറഞ്ഞു ഇഷ്ടം അടിക്കണം, അതൊന്ന് സാച്ചുറേറ്റഡ് എന്ന് പറയാൻ ആൾക്കാർ വെറുക്കും, അല്ലെങ്കിൽ നമ്മുടെ മുഖം. അതാണ് സത്യം. പിന്നെ ആരോ കമന്റ് ഇട്ടിരിക്കുന്നുണ്ട് 1 photo 1000 കോണ്ടന്റ് എന്നും പറഞ്ഞിട്ട്. അത് ഇവൻ ഈ കിടന്ന് കരഞ്ഞു മോങ്ങിയോണ്ട് അത്രയും പറ്റിയത്. 1 ഫോട്ടോ, അതായത് നമ്മുടെ ഒരൊറ്റ ഫോട്ടോ വെച്ചിട്ടല്ലേ എല്ലാ കോണ്ടന്റിലും പോകുന്നത്. അപ്പൊ ആരോ കമന്റ് ഇട്ടിരിക്കുന്നു 1 ഫോട്ടോ വെച്ച് 1000 കണ്ടന്റ് ഉണ്ടാക്കുന്നതാണോ ഇല്ലണ്ടോ നിനക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓരോരുത്തർ തെറി വിളിക്കാൻ തുടങ്ങി. പക്ഷെ അത് അതുകൊണ്ട് അൺലെസ് ആൻഡ് അൺടിൽ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്നിടം വരെ ഞങ്ങളങ്ങനെ നിങ്ങളെ സ്പാം ചെയ്യത്തില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ ഈ ഫോട്ടോ ഇട്ട സമയത്ത് ലുഫിയുടെ കൂടെയുള്ള ഫോട്ടോ അല്ലേ നമ്മൾ പോസ്റ്റിൽ ഒരെണ്ണം ഇട്ടിരുന്നു. പിന്നെ സ്റ്റോറി Q&A ഇട്ടപ്പം അതിലും എന്താ പറയുക ലുഫി ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ലുഫിയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഇട്ടിരുന്നത്. അപ്പോൾ ലുഫിയുടെ പേരെന്താണെന്ന് ചോദിച്ചായിരുന്നു. ലുഫിയുടെ പേര് ലുഫി എന്നാണ്. പട്ടിക്കുട്ടിയുടെ പേരെന്താണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. അത് ആദ്യം Q&Aയിൽ നമ്മൾ രണ്ടും കൂടി ഉള്ള ഇടാനാണ് ഇവള് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അല്ല, അർജുനെ കാണിക്കാത്ത രീതിയിൽ അർജുൻ്റെ ഷോൾഡർ മാത്രമേ ആ ഫോട്ടോയിലുള്ളൂ, അത് ഇടട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അർജുൻ പറഞ്ഞു വേണ്ട, ഇതാ നല്ല ഫോട്ടോ, ഇതിടാൻ പറഞ്ഞു. അപ്പം ഞാനതിട്ടു. പിന്നെ ലുഫിയെ നമ്മൾ ഒരുമിച്ചാണോ എടുത്തതെന്ന് ചോദിച്ചു. അതായത് നമ്മൾ ഒരുമിച്ച് എടുത്ത പെറ്റാണോ? അപ്പം അതെ, ഞങ്ങൾ ഒരുമിച്ച് പോയി ഒരു വീട്ടിൽ നിന്ന് തന്നെ എടുത്തുകൊണ്ട് വന്നതവനെ. പട്ടിക്കുട്ടി കുഞ്ഞായിരുന്നു, 45 ദിവസം ഉണ്ടായിരുന്നുള്ളെന്ന്. പിന്നെ എനിക്കൊന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. കുറേ വന്നു, കുറേ റിപ്പീറ്റഡ് സാധനമൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങനെ കുറേ മിസ്സായി പോകുമായിരുന്നു. പിന്നെ ഞാൻ കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ അർജുൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൽ നല്ലത് നമുക്ക് ഓർഗാനിക് ആയിട്ട് പോകാം എന്തോ അർജുൻ പറഞ്ഞു. ആണോ? ഓർഗാനിക് എങ്ങനെ എഴുതി വെച്ചിട്ട് അതുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ചപ്പോൾ അത് ചെയ്ത് പോകാമല്ലോ. പോഡ്കാസ്റ്റ് ആകുമ്പോൾ ചുമ്മാ സംസാരിക്കുന്നതാണ്, അതാണ് നല്ലതെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടന്റ് ആയി പോകും. പിന്നെ ഞാൻ സാധാരണ പോഡ്കാസ്റ്റുകൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഒഫീഷ്യലായി പോകും. ആരും അങ്ങനെ കമന്റ് ഇട്ടിരുന്നു, എൻ്റെ പ്രൊഫഷണലിസം കാരണമാണ് ഞാനത് കീപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഞാൻ അങ്ങനെ ഇരുന്നതോ പ്രൊഫഷണലിസോ? അയ്യോ, അതിനൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതല്ല ഞങ്ങൾ ആദ്യമായിട്ട് എടുത്ത പോഡ്കാസ്റ്റ്. ഞങ്ങൾ അതിന് മുന്നേ ഒരു പോഡ്കാസ്റ്റ് എടുത്തിരുന്നു ഇതേ പൊസിഷനിൽ തന്നെ ഇരുന്നിട്ട്. പക്ഷെ അന്ന് വിഷ്ണു ചേട്ടന് പോലും
ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾ റിലേഷനാണെന്ന്. പക്ഷേ ആ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായേനെ ഞങ്ങൾ റിലേഷനാണെന്ന്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഭയങ്കര ലൂസ് ടോക്സ് ആയിരുന്നു. ഭയങ്കര നിങ്ങൾക്ക് കേൾക്കണം, നോളജ് കിട്ടണം, അങ്ങനത്തെ ഒരു സാധനം, പോഡ്കാസ്റ്റ് കോണ്ടന്റ് അല്ലായിരുന്നു. ഭയങ്കര ലൂസ് ടോക്സ് ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കുറേ ചിരിച്ച് കഴിഞ്ഞ് അത് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാമതെടുത്ത പോഡ്കാസ്റ്റിനാണ് ഇട്ടത്. ഷസാമിൻ്റെയും ഷൂട്ട് ചെയ്തു. അപ്പോൾ എനിക്കൊരു ഇതായി, ആദ്യമായിട്ടല്ല ഞാൻ പോഡ്കാസ്റ്റ് എടുത്തു തുടങ്ങുന്നത്. ഷസാമിൻ്റെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഐസ് ബ്രേക്കുമായി. അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു പോഡ്കാസ്റ്റ് കണ്ടക്ട് ചെയ്യണം എന്നുള്ളൊരു ഫ്ലോയും കൂടെ കിട്ടി. അപ്പം നമ്മൾ സെക്കൻഡിൽ വന്നപ്പം അർജുവും ഞാനും കൂടെ ഷൂട്ടിന് മുന്നേ അതിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നിട്ട് 1 വേർഡിൽ ഉത്തരം പറയരുതെന്നും പറഞ്ഞ് പഠിപ്പിച്ച് ഇരുന്ന് അതെ, അതാണ് സംഭവിച്ചത്. ഇപ്പോഴെനിക്ക് ഇതിന്റെ മുമ്പേ എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. അതെ, അല്ല എനിക്കാണെങ്കിലും അതെ, മൈക്ക് ഇങ്ങനെ, അതെന്താണെന്നറിയോ, സാധാരണ ഇന്റർവ്യൂസിലൊക്കെ മൈക്ക് കുത്തുന്ന നമ്മുടെ ഇതിലല്ലേ, അപ്പൊ നമ്മൾ മറന്നു പോകും ഇതിവിടെ ഇരിക്കുന്ന കാര്യം. അപ്പൊ നമ്മളിങ്ങനെ കാഷ്വൽ ആയിട്ട്, പക്ഷെ ഇതിങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സീരിയസ്നെസ് ഒക്കെ വരും. ഓ യെസ്, നമ്മൾ മൈക്കിലിരുന്ന്. പോഡ്കാസ്റ്റിലൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് പോഡ്കാസ്റ്റ് എടുക്കാൻ വരട്ടെ എന്നൊക്കെ, ഗസ്റ്റ് ആയിട്ട്. അതൊക്കെ കാണുമ്പോൾ വലിയൊരു സെറ്റപ്പ് അല്ലേ? അതെ, മാത്രമല്ല ഇരുന്ന് ഭയങ്കര സീരിയസ് കോൺവെർസേഷൻസ്. അതായത് ഇപ്പം അർജു യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇപ്പം അർജു അത്ര എന്താ പറയുക, ഇപ്പം ഭയങ്കര ഇപ്പം അർജുനെ ചുറ്റിപ്പറ്റിയ ഒരു വിഷയം നടക്കുവാണ്. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഇതിരുന്ന് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ടോപ്പിക്ക് മാറും. അല്ലാതെ ഇല്ല. ഇപ്പം എന്താ മറ്റേ ഒരു കോച്ച് വന്നായിരുന്നു, ഗൈനക്കോളജിസ്റ്റ് വന്നായിരുന്നു, ടാക്സിന്റെ ആൾക്കാർ വന്നായിരുന്നു, അങ്ങനെ നീ കണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം. ഇനി അങ്ങനെ എന്താ കാണാറില്ല, അതെനിക്കറിയാം. എന്നിട്ട് 42 മിനിറ്റ് കാണാനുള്ള അല്ല, എന്നിട്ട് ഇവൻ മറ്റേ ഡ്രാഗ് ചെയ്ത് അവസാനം വരെ കൊണ്ടിടും. എന്നിട്ട് ഞാൻ ചോദിക്കും, കണ്ടോ ദേ ഞാൻ പറഞ്ഞ അവസാനം ആകാറായെന്ന് പറഞ്ഞെടുത്ത് കാണിക്കും. എനിക്ക് എന്താണ്ട് ചിലതൊക്കെ കാണും, എനിക്ക് അറിയാത്ത കാര്യങ്ങൾ. ടാക്സിന്റെ എന്തൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണല്ലോ, കാണണം. പക്ഷെ അർജുൻ്റെ എല്ലാ വീഡിയോയും ഞാൻ കാണാറുണ്ട്. അത് 10 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ വീഡിയോ, അത് കണ്ടില്ലെങ്കിലാണ് പ്രശ്നം. അയ്യോടാ, ആത്മാർത്ഥത. ഗുഡ്, യെസ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ കമൻറ്റിന് റിപ്ലൈ തരാം. ഓക്കെ, അതുപോലെ ഈ ചാനൽ ഞാൻ ഇല്ല, അങ്ങനെ പറയരുത്. ഞാൻ വേറൊരു എപ്പിസോഡ് പ്ലാൻ ചെയ്തായിരുന്നു, അങ്ങനെ പറയരുത്. നമ്മളൊരുമിച്ചല്ല, പിന്നെ പറയാം. നിനക്കൊക്കെ തീർന്നില്ലടാ, ഇൻസ്റ്റ തുറന്നായത്, ഇനിയിപ്പോ യൂട്യൂബിൽ ഇതൊക്കെ. അതെ, അതാ ഈ പോഡ്കാസ്റ്റ് ഇപ്പൊ എന്തിനാ എനിക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെന്തോ ഭയങ്കര വ്യൂസ് എന്തോ എന്താണ്ട് ഒരു 2,30,000 എന്തോ കടന്നിരുന്ന പഴയ പോഡ്കാസ്റ്റ്. ഇപ്പൊ നമ്മൾ ഈ പോഡ്കാസ്റ്റ് എടുക്കുമ്പം എന്തോ 7 ലക്ഷം അത്രയൊക്കെ എത്തി. 3 ദിവസത്തിൽ 8 ലക്ഷം ആകാൻ പോകുന്നു. അതൊക്കെ താങ്ക് യു സോ മച്ച് അല്ലേ. നമ്മൾ എത്രയും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടായിരിക്കും, കാരണം ഒന്ന് വിശ്വസിക്കുന്നു. ഇത് തുടർന്നാൽ അതെ, ഇനി തുടരത്തില്ല. ഞങ്ങൾക്ക് തന്നെ വിഷമമാണ്, നിങ്ങൾക്ക് തന്നെ പേടിയാണ്. ഓവറായിട്ട് എന്താ ആരോ റെഡിറ്റിൽ ഇട്ട കമന്റ് പോലെ മിൽക്ക് ചെയ്യാൻ വിഷമമാണ്. എന്താ മിൽക്ക് ദ കോണ്ടന്റ് ഔട്ട് ഓഫ് ഇറ്റ് എന്നല്ല. എന്നോട് നമ്മൾ ആദ്യം അങ്ങനെ പറഞ്ഞപ്പോ ഞാനതല്ലേ പറഞ്ഞു മിൽക്ക് ചെയ്യണ്ട. റെഡിറ്റിൽ അങ്ങനെ എന്തോ ഒരു കമന്റ് വന്നായിരുന്നു, മിൽക്ക് ദ കോണ്ടന്റ് ഔട്ട് ഓഫ് ഇറ്റ്, അങ്ങനെ എന്തോ സംഭവം വന്നായിരുന്നു. എനിക്ക് ആ ഫ്രേസ് അവിടെ നിന്നാണ് കിട്ടിയത്, റെഡിറ്റിൽ നിന്നാണ് കിട്ടിയത്. അപ്പം അത് ഞങ്ങൾ ചെയ്യില്ല. പക്ഷേ എന്തെങ്കിലും ലൈഫ് അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കും, ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിക്കും. അവർക്ക് അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, പിന്നെ ഒരു രസം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതെ. അപ്പം അർജു, താങ്കൾ ഓൾ കേരള സിഗ്മ അസോസിയേഷൻ / സിംഗിൾസ് അസോസിയേഷനിൽ നിന്ന് രാജിവെച്ചോ? ആലോചിച്ച് പറയണം. ഞാൻ ഇത്രയും കാലം അവർക്കൊരു കരുത്തായിരുന്നു അല്ലേ. കമന്റ് കണ്ടതാ എന്ന് മറ്റൊരു എന്തോ ആരായിരുന്നു, ഒരു യൂട്യൂബർ കമന്റ് ഇട്ടു, അതിന്റെ പേര് ഞാൻ മറന്നത്. അണ്ണൻ ഇത്രയും കാലം ഞങ്ങൾക്ക് ഒരു കരുത്താക്കിയില്ല എന്ന് സിംഗിളാന്ന് പറഞ്ഞിട്ട്, അതിനും താങ്ക്സ്. ഓ, ശക്തിയെങ്കിലും ഞങ്ങൾക്ക് തന്നല്ലോ എന്നൊക്കെ. അയ്യോ, അതല്ല, അർജു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഡിലേ ആയി ഞാൻ ഇടാൻ വേണ്ടിയിട്ട്. ഉടനെ ഈ കമന്റ് എല്ലാം വന്ന് പെട്ടെന്ന് ഇട്ടേക്കാൻ ഇനി ആരും വിശ്വസിക്കത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു, ആരും വിശ്വസിക്കത്തില്ല നമ്മള്. എല്ലാരും വിചാരിച്ചു സിനിമയുടെ പ്രൊമോഷൻ, എന്തോ ഷോർട്ട് ഫിലിമിന്റെ പ്രൊമോഷൻ, ഏതോ ആഡിന്റെ പ്രൊമോഷൻ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അതൊക്കെ ഭയങ്കര ഫണ്ണി കമന്റ്സ് ആയിരുന്നു ഫുള്ള്. ഇപ്പോഴും വരുന്നുണ്ട്, ദൈവമേ എന്താ പ്രാങ്ക് ആയിരിക്കണേ എന്ന് പറഞ്ഞിട്ട്. പ്രാങ്കല്ല,
അർജു രാജിവെച്ചു. പക്ഷെ കരുത്തേകാൻ അർജു ഇന്നും ഉണ്ടാകും എന്നൊക്കെ. ഇനിയൊന്നും പറയല്ലേ, മറ്റേ ലാലുലക്സിന്റെ സ്ഥലം ആരാടതിന്റെ ഫണ്ണ് തന്നെ, നല്ലൊരു ഫൺ കമ്മ്യൂണിറ്റി. അതെ അതെ, ഇത്രയും ഹ്യൂമർ സെൻസ് ഉണ്ട് മലയാളികളിൽ, രസമായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഇത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇല്ലേ? അതില്ല താങ്ക് യു ഒന്നുമില്ല, വന്നേ പറ്റുള്ളൂ എന്നൊക്കെ. അതില്ല ഓക്കെ ബൈ.